ഈ കല്യാണത്തിന് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബത്തെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. മഴയെന്നില്ല വെയിലെന്നില്ല അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഇങ്ങനൊരു കല്യാണം വന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ബാക്കി ഞാൻ കുറച്ച് സംസാരം കേട്ടിട്ട് സംസാരിക്കാം. സ്പീച്ച് ഒന്ന് പഠിപ്പിക്കാനായിട്ട് നിങ്ങളെ വിളിക്കണം. ഹലോ, കളിക്കാൻ പോയി സെറ്റിയൊക്കെ ചാവിട്ടില്ല. അപ്പഴേ ഞാൻ പറയുന്നത് സോ നാളെ എന്റെ കൊച്ചിനെ തൊട്ട് എനിക്ക് എന്താ പറയാ, ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ നാട്ടിൽ വരുമ്പോ എനിക്കൊന്നും പറഞ്ഞ് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് സോനിച്ചേട്ടൻ സുധി ചേച്ചി. അങ്ങനെയൊക്കെ ഞാൻ 5ാം ക്ലാസ്സില് ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ അത്രയും നാളെ ഞാൻ വിചാരിച്ചു ഭയങ്കര ചങ്ക് ബഡ്ഡീസാണ്. പക്ഷെ അപ്പഴാണ് നമ്മൾ വിചാരിച്ചത് നമ്മൾ ഇന്നത്തെ ശത്രുക്കളാണ്. ഞങ്ങൾ എപ്പോഴും അടിയായിരുന്നു. സുരേഷിനോട് അറിയുന്ന പിന്നെ ഒരു മയമൊക്കെ ഉണ്ടായിരുന്നു പറയാം. പക്ഷെ സോനിച്ചേട്ടനോട് ഞങ്ങൾ എപ്പോഴും അടിയായിരുന്നു. എന്റെ ആദ്യം ശത്രു സോനിച്ചേട്ടൻ. മുട്ടായിക്ക് വേണ്ടി, സ്കെച്ച് പേനയ്ക്ക് വേണ്ടി, റിമോട്ടിന് വേണ്ടി, പാലിന് വേണ്ടി, കൊഴിയാളുടെ തലയ്ക്ക് വേണ്ടി ഭയങ്കര അടിപിടിച്ച് റീസണൽ ഡോർ പിന്നെ സോനിച്ചേട്ടനെ പറ്റി പറയാൻ, എന്റെ ഒരു കൊച്ചിലെ തൊട്ട് എന്റെ ഒരു കോൺസ്റ്റന്റ് ഡ്രൈവറാണ് സോനിച്ചേട്ടൻ. എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊണ്ടാക്കും, ട്യൂഷൻ ക്ലാസ്സിൽ വിളിച്ചു കൊണ്ടുവരും. എങ്ങനെ എന്റെ ട്യൂഷൻ ടീച്ചറെ പറയും, 4 മണിയായ അതേ വിളിച്ചാട്ടെ പോരും അങ്ങനെ. അപ്പൊ എവറിത്തിങ് there was Swanson and Sulbi ചേച്ചി for me. എന്താ ഞാൻ സോനിച്ചേട്ടൻ കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു കടയിൽ പറഞ്ഞത്